എനിക്ക് ഒരു സങ്കടമുണ്ട് വല്യകുഞ്ഞ്. വല്യകുഞ്ഞിനോട് അച്ഛൻ അങ്ങനെ പെരുമാറിയില്ലേ? ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ? അത് സാരമില്ല. ആ പാവ മനുഷ്യൻ എന്നോട് അങ്ങനെ പെരുമാറിയതിൽ എനിക്കൊരു സങ്കടമില്ല. ദാസേട്ടൻ അറിയില്ലല്ലോ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ കാര്യം. ദാസേട്ടനോട് എനിക്ക് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെയാ ഈ ചെമ്പരത്തിച്ചേലുള്ള പെണ്ണിനെ എനിക്ക് തന്നതിന്. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ കാല് പിടിച്ച് അപേക്ഷിച്ചപ്പോ ആ അപേക്ഷ മാഡം സ്വീകരിച്ചില്ലേ? അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ ഉള്ളിന്റെ ഉള്ളില് മാഡത്തിന് എന്നോട് ഇഷ്ടമുണ്ടെന്നല്ലേ കരുതേണ്ടത്? അമ്മയ്ക്ക് നിന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ കല്യാണി. ആ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം. ആക്സിഡന്റായി നീ ഐസിയുയിൽ കിടന്നപ്പോ പുറത്തുനിന്ന് അമ്മ ഉള്ളുകൊണ്ട് വിതുമ്പി കരയുന്നുണ്ടായിരുന്നു. നിനക്ക് ഓവർഡോസ് സെഡേഷൻ തന്ന ഡോക്ടറെ അമ്മ കണ്ടിരുന്നെങ്കിൽ ഇവിടെ വന്ന പോലീസ് അവിടെയും വരുമായിരുന്നു കൊലപാതക കുറ്റത്തിന് അമ്മയെ അറസ്റ്റ് ചെയ്യാൻ. മാഡം, എനിക്കെന്റെ കാണപ്പെട്ട ദൈവമല്ലേ കുഞ്ഞെ. എനിക്ക് കഞ്ഞി കോരി തന്നപ്പോഴും ആശുപത്രി കിടക്കയിൽ വെച്ച് എന്റെ നെറുകയിൽ ചുംബിച്ചപ്പോഴും എന്റെ മുന്നിലുള്ളത് എന്റെ പെറ്റമ്മയാണെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെയുള്ള മാഡം നമ്മുടെ ബന്ധം അംഗീകരിക്കുമെന്ന് ഇപ്പൊ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ആത്മവിശ്വാസം കൈവിടരുത് കല്യാണി. അച്ഛന്റെ പിറന്നാൾ ദിവസം വരെ നമുക്കിങ്ങനെ രണ്ടായി കഴിയേണ്ടി വരും. അത് കഴിഞ്ഞാ എന്റെ കെട്ടിയോളി തൃച്ചംബരത്തിലെ എല്ലാവരും അംഗീകരിച്ച മൂത്ത മരുമകളായി മാറും. കല്യാണി, ഞാൻ നിന്നെ ഒത്തിരി ഉപദ്രവിച്ചു. നീ ക്ഷമിക്ക്. ഈ കയ്യിലിട്ട വിലങ്ങഴിച്ച് മാറ്റിക്കാനായി നീ കാണിച്ച നല്ല മനസ്സ് എനിക്ക് മാപ്പ് തരൂ കല്യാണി. നിന്റെ ഈ മനസ്സിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല. എന്താ പേടിച്ചു പോയോ മാഡം? അയ്യോ, അങ്ങനെയൊന്നും വിളിച്ചേക്കല്ലേ. ഞാൻ വേണമല്ലോ ഇനി അങ്ങനെയൊക്കെ വിളിക്കാൻ. ഇന്ന് ഇവിടുത്തെ ദയാ കടാക്ഷ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ട തിന്നാനുള്ളതായിരുന്നു ഞാൻ. ആ ഉപകാര സ്മരണ മറക്കാൻ പറ്റുമോ? ആ, നീ എന്താ നോക്കുന്നേ? ഓ, ആ സ്മരണയിൽ കിടന്നിട്ട് ഉറക്കം വരാതെ ഈ മുതുപാതിരാക്കി നന്ദി അറിയിക്കാൻ ഞാൻ വന്നതാണെന്ന് കരുതിയോ നീ? എങ്കിലേ നിനക്ക് തെറ്റി. ആ, നീ അകത്തോട്ട് നോക്കണ്ട. നിന്റെ തന്തപ്പടി വന്നിട്ടുണ്ട്. മോളെ ചായ ഇട്, അച്ഛനൊന്ന് കുളിച്ചിട്ട് വരാന്നും പറഞ്ഞ് കുളിക്കാൻ കേറിയിരിക്കുക. മോളെ അടുക്കളയിൽ എന്തോ ജോലിയിലാണെന്ന് കരുതിയിരിക്കുക പാവം. വിശ്വാസം അയാൾക്കറിയില്ലല്ലോ മകള് നിലാവിലും മരം ചുറ്റി പ്രണയിക്കുകയായിരുന്നു. എടീ, അടുക്കളക്കാരി കൊച്ചു മുതലാളിയെ പ്രണയിച്ച് കെട്ടുന്നതൊക്കെ അങ്ങ് സിനിമയില്.
ആ ഏതായാലും വന്നതല്ലേ, കണ്ട കാര്യം ചൂടോടെ നിന്റെ അച്ഛനെ അറിയിച്ചിട്ട് പോകാന്ന് കരുതി. പിന്നെ ഇതുവരെ നിന്നോട് പറയാതെ ഞാൻ ചിലതൊക്കെ ചെയ്തത്. ഇത് നിന്നോട് പറഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ച കാത്തു നിന്നത്. മാഡം, അച്ഛനോട് ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞു കൊടുക്കരുത്. അയ്യോ, ആവശ്യമില്ലാത്തതൊക്കെ നിനക്ക് കാണിക്കാം, പറയുന്നതാ കുറ്റം. മാറടി. മാഡം, എന്റെ ആവശ്യം അനാവശ്യമായിട്ട് തോന്നുന്നത് മാഡത്തിനാ. ആ അസുഖത്തിനുള്ള മരുന്ന് എന്റെ കയ്യിലില്ല. ആ അസുഖം മാറ്റാനറിയാവുന്നവരാ ഇന്ന് ലൈറ്റ് വെച്ച ജീപ്പില് വന്നത്. ചികിത്സ കഠിനമാവോന്നോർത്താ ഞാനിത് തടഞ്ഞത്. നീയാള് കൊള്ളാലോ, നീ കൊള്ളിച്ചാണല്ലോ സംസാരിക്കുന്നെ. നീരാട്ട് കഴിഞ്ഞിറങ്ങുന്ന നിന്റെ തന്ത നിന്ന് വിയർക്കുന്നതിരിക്കുന്നു കാണണം. മാഡം വേണ്ട, ഞാൻ സംസാരിച്ചതേ ഉള്ളൂ. അച്ഛൻ പ്രതികരിക്കുന്നത് വാക്കുകൾ കൊണ്ടായിരിക്കില്ല. എന്നെ തടയാൻ മാത്രമുള്ള ധൈര്യം ഉണ്ടോ നിനക്ക്? ഡ്രൈവർ ദാസ് തൃച്ചംബരത്ത് വിലാസിനിയോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ഒന്ന് നിന്നേ. ഇളയമ്മ എന്താണാവോ ഈ രാത്രിയില്? അയ്യോ, ഞാൻ ദാസേട്ടനെ ഒന്ന് കാണാൻ വന്നതാ. ആ മോള് മാനം രക്ഷിച്ചതിനൊരു നന്ദി അറിയിക്കാനായിട്ട്. ഓ, അത് കൊള്ളാലോ, നല്ല കാര്യം. ഈ പാതിരാത്രിയില് ഈ ഒരു കാരണം മാത്രമാണോ ഈ കുബുദ്ധിയില് തെളിഞ്ഞത്? ഞാൻ ഈ ഔട്ട് ഹൗസിൽ വന്നതിന് പറയാൻ ഒരുപാട് കാരണം ഉണ്ടാക്കാം. അതൊക്കെ അവിടെ നിക്കട്ടെ. അല്ല, നീ എന്താ ഈ സമയത്ത് ഇവിടെ, അതും ഈ നേരമല്ലാത്ത നേരത്ത്? ഈ സമയത്ത് ഇവിടെ വന്നതിന് എന്ത് കാരണമാണ് നീ ബോധ്യപ്പെടുത്താൻ പോകുന്നത്? ഞാൻ ആരോടും ഒന്നും ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? ഓ, നിന്റെയും നന്ദനയുടെയും നിശ്ചയം ആദ്യമായി മുടങ്ങിയത് ഇവളും നീയും ചേർന്നുള്ള ഫോട്ടോ കണ്ടിട്ടാണല്ലോ. അത് നീ മറക്കണ്ട. ആര് മറന്നാലും ഇവളുടെ തന്തയും നിന്റെ അമ്മ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയും അത് മറന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോ ഞാനും അത് ഓർക്കാറുണ്ട്. അതുകൊണ്ട് പുതിയൊരു കഥ കൂടി സൃഷ്ടിപ്പിക്കരുത് നീ എന്നെ കൊണ്ട്. നിങ്ങൾ എന്ത് കഥ വേണമെങ്കിലും മെനഞ്ഞു, ഞാൻ ഇവിടെ വന്നതിൽ ഒരു ഒറ്റ കാര്യം മാത്രം, അത് നിങ്ങളാ. ഞാനോ? അതെ, എന്റെ അഭിവന്ധ്യ ഇളയമ്മ. നീ പാതിരാത്രിയിൽ അടുക്കളക്കാരിയുടെ വീട് തേടി വന്നതിന് ഞാൻ എങ്ങനെ കാരണക്കാരിയാവും? അതോ, ഫംഗ്ഷന്റെ അന്ന് കാറിലിട്ട് കൊല്ലാൻ സാധിക്കാതെ കൊലവേറി പൂണ്ട് വിലാസിനി രാത്രിയിൽ പതിയിരുന്ന് കല്യാണിയെ തീർക്കാൻ ഇറങ്ങി തിരിച്ചതാണെന്നും അതിന് ഞാൻ ദൃക്സാക്ഷിയാണെന്നും പറഞ്ഞ് ഒരു കഥ ഞാൻ അങ്ങോട്ട് മെനഞ്ഞുണ്ടാക്കിയാലും ഏതവനോ അങ്ങോട്ട് വിശ്വസിക്കും. അമ്മയും ദാസേട്ടനും മാത്രമല്ല, പോലീസും. അപ്പൊ അമ്മയുടെ കാല് പിടിച്ച് കരഞ്ഞ് വിലം കഴിപ്പിക്കാൻ വീണ്ടും കല്യാണി വരുമെന്ന് കരുതരുത്. അവര് തൂക്കിയെടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോഴുണ്ടാവുന്ന നാണക്കേടും മാനക്കേടും ഞങ്ങൾ അങ്ങോട്ട് സഹിക്കും. ദാസേട്ടൻ പാവ, തൃച്ചംബരത്തുകാർ എന്ത് ചെയ്താലും സഹിക്കുന്നൊരു പാവം. പക്ഷെ മകളെ നിരന്തരം ഉപദ്രവിക്കുന്ന ഈ വിലാസിനി മേഡത്തിനോട് കല്യാണി പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പ്രതികരിച്ചെന്ന് വരും. ഏതായാലും വന്നതല്ലേ, ദാസേട്ടനെ കണ്ടിട്ട് പൊക്കോളൂ. ഇപ്പൊ ജസ്റ്റ് മിസ്സായ ജയിൽവാസം ഉണ്ടല്ലോ, പൂർവാധികം ശക്തിയോടെ തിരിച്ചു പിടിക്കാം. ചെന്നാട്ടെ, വേഗം ചെന്നാട്ടെ.
ഇതിനൊക്കെ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതരുത് നീ. നീ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. പേടിക്കേണ്ട കല്യാണി. ഇളയമേ തൃച്ചംബരത്ത് കാണാത്തപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങനെ എന്തെങ്കിലും സീൻ ഇവിടെ ഉണ്ടാവുമെന്ന്. അതാ ഞാൻ ഇളയമ്മയുടെ പിന്നാലെ വന്നത്. മോളെ, അച്ഛൻ ദാസേട്ടൻ വിളിക്കുന്നു. ചെല്ലേ. കൊള്ളാം. ഇതോ നന്നായിട്ടുണ്ടല്ലേ? ദേ ഇത് ഉഗ്ര. എക്സ്ക്യൂസ് മീ സർ. ആ വരൂ. ഫംഗ്ഷന്റെ ഫോട്ടോ. ആ സർ, എങ്ങനെയുണ്ട്? ആ നന്നായിട്ടുണ്ട്. എന്താ ആനന്ദ്? ആ ഫംഗ്ഷന്റെ ഫോട്ടോ ആൽബം ആണമ്മേ. ആഹാ, നോക്കട്ടെ. ദാ. ആ. ഇതെന്താ ആൽബം നോക്കിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗംഗയെ രൂക്ഷമായി നോക്കുന്നത്? ഗംഗേ, ഇതിൽ നീയും ആനന്ദും തമ്മിലുള്ള ഫോട്ടോസ് തീരെയില്ലല്ലോ. ഇത് നോക്ക്. എങ്ങനെ ഉണ്ടാവാനാ? ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുകയായിരുന്നില്ലേ? പിന്നെ എങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യും? എനിക്ക് ആശംസകൾ അർപ്പിക്കാൻ ഒരുക്കിയ ഫംഗ്ഷനിൽ എന്റെ മൂത്ത മരുമകൾ ആ പരിസരത്ത് പോലുമില്ല. എന്താ ഇത്? എനിക്കിതൊന്നും കാണാനേ തോന്നുന്നില്ല. സോറി ആന്റി, എന്റെ ഒരു ഫ്രണ്ട് പാർട്ടിക്ക് വരുമെന്ന് പറഞ്ഞു. ഞാൻ അവളുടെ ഫോണും കാത്ത് അവള് വെയിറ്റ് ചെയ്ത് നിന്നു. അതാ പറ്റിയത്. നീ ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഗംഗേ. ആന്റി, എങ്ങനെയുണ്ട്? എന്നാ പൊക്കോട്ടെ സർ. ആ എല്ലാം നന്നായിട്ടുണ്ട്. ആ ശരി സർ, താങ്ക്സ്. ഈ ആൽബത്തിലൊന്നും നിന്റെ ഫോട്ടോസ് പതിയാത്തത് കണ്ടില്ലേ? ഇതുപോലെ ഈ തൃച്ചംബരത്ത് നിന്നും നിന്നെ ഞാൻ എന്നേക്കുമായി പുറത്താക്കിയിരിക്കും. ഇവനെന്താ കൊല്ലാൻ പോകുന്ന നോട്ടം?
ആ ഇതെന്താ ഇത്ര വേഗം ജോലിക്ക് റീജോയിൻ ചെയ്തോ? കുറച്ചു ദിവസം റെസ്റ്റ് എടുത്തിട്ട് വന്നാ പോരായിരുന്നോ? എനിക്കങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല വല്യൂഞ്ഞെ. വെറുതെ ഇരുന്നാ വല്ലാത്ത മുഷിച്ചില്ല. ജോലിയൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു സുഖവുമില്ല. എന്താ വല്യൂഞ്ഞ് ഇങ്ങനെ ചിരിക്കണേ? ഏയ് അല്ല, എന്റെ കെട്ടിയോൾക്കൊരു കള്ളം പോലും പറയാൻ അറിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. കല്യാണി, പ്രണയിക്കുന്നവരുടെ മനസ്സും ചിന്തയും എപ്പോഴും ഒരുപോലെ ആയിരിക്കും. നിന്റെ ഈ മനസ്സിൽ തോന്നുന്നത് എന്റെ മനസ്സിലും പ്രതിഫലിക്കും കല്യാണി. വല്യൂഞ്ഞ് പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ശരി, മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയെങ്കിലും ഇപ്പോഴും നമ്മൾ പ്രണയ ജോഡികളായിട്ടല്ലേ ജീവിക്കുന്നത്. നല്ല പ്രണയം ജീവിതത്തിന്റെ സൗന്ദര്യമാണ്. ഓർമ്മകൾ പങ്കിടാനും ശാസിക്കാനും സഹായിക്കാനും സ്വതന്ത്രമായി പെരുമാറാനും എന്തും പരസ്പരം പറയാനും പറ്റുന്ന പ്രണയമില്ലെങ്കിൽ ജീവിതം തന്നെ വരണ്ടുപോകും. ഇപ്പോ നീ മറച്ചു വെച്ച കള്ളം ഞാൻ പറയട്ടെ. നിനക്ക് വീട്ടിൽ വിശ്രമിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്നൊരു തോന്നല്. അതിന് തൃച്ചംബരത്ത് വന്നല്ലേ പറ്റൂ. എന്താ ശരിയല്ലേ? ഓ പിന്നെ അതിനിതേ എന്റെ കണ്ണിങ്ങനെ അടച്ചു പിടിച്ചാ മതി. ആഹാ, അത് കൊള്ളാലോ. ഞാൻ പോട്ടെ. ഏയ് കല്യാണി, നിന്റെ കാലിന്റെ വേദന മുഴുവൻ മാറിയോ? മാറി. നല്ല ക്ഷീണമുണ്ട് എന്റെ കെട്ടിയോളുടെ മുഖത്ത്. ആനന്ദ്, എന്താ ഇവിടെ? അല്ല മേം, കല്യാണിക്ക് നല്ല പനി. അതിന് നീ ചികിത്സിക്കണ്ട. കല്യാണി പോയിക്കോ. ആ വെയർ ഹൗസിന്റെ കോൺട്രാക്ടർ വിളിച്ചിരുന്നു. നിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന്. ഞാൻ വിളിച്ചിട്ട് നീ എടുത്തില്ല. അയ്യോ അമ്മേ, ഫോൺ സൈലന്റിലായിരുന്നു. അയാളൊന്ന് വിളിക്ക്. ആ ശരി അമ്മേ.